മഴക്കാലം തുടങ്ങിയാൽ നമ്മളെ നാട്ടിലേക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നക്കാരനാണ് ഈ കാണുന്ന ആഫ്രിക്കൻ ഒച്ച്. ഇതുണ്ടല്ലോ, അക്കാറ്റിന ഫുലിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഇതെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളുടെ ചെടിയുടെ ചോട്ടിൽ, അതായത് നല്ല കാടൊക്കെ വളർന്ന് കിടക്കുന്നതിൻ്റെ ഇടയിലെ കൂടി നിന്നിട്ട് അവിടെ ഭയങ്കരമായിട്ട് പെറ്റി പെരുകും. ശരിക്കും പറഞ്ഞാൽ കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് ജനിച്ചത് കൊണ്ടാട്ടോ ഇതിന് ആഫ്രിക്കൻ ഒച്ച് എന്നുള്ള പേര് വന്നത്. ഇത് അന്തരീക്ഷവായു ശ്വസിച്ച് കരയിൽ ജീവിക്കുന്ന വലിപ്പം കൂടിയ ഒച്ചാണ് ഈ ആഫ്രിക്കൻ ഒച്ച്. ഇതിനെ പറക്കിയെടുത്ത് നശിപ്പിച്ചിട്ടേക്ക് വരുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഒരേ ഒച്ച് തന്നെ ആണും പെണ്ണും ഉണ്ട്. അതായത് സ്ത്രീ പുരുഷ ഉൽപാദന ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ ഒരേ ഒച്ച് തന്നെ കാണുന്നുമുണ്ട്. ഒരു വർഷത്തിൽ 5 മുതൽ 6 തവണ വരെ മുട്ടകളിടും. ഓരോ പ്രാവശ്യവും 200 മുട്ടകളാണ് ഇടുക. അപ്പോൾ അതിൻ്റെ ആലോചിച്ച് നോക്കിയാൽ ഒരു ഒച്ചിനെ കൊണ്ട് 1200 കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ സ്ഥലത്ത് ഒച്ചിനെ കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെ നശിപ്പിക്കണം. ഒരുപാട് ടെക്നിക്കാലിറ്റിയുടെ പുറകെ ഒന്നും പോകണ്ട. ഏറ്റവും എളുപ്പ വിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് വെള്ളത്തിൽ പറക്കിയിടുക. അതായത് നമ്മളെ പെയിൻറ്റിൻ്റെ ബക്കറ്റോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ബക്കറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അതിനകത്ത് ഉപ്പ് വെള്ളം കലക്കി വെക്കുക. പറക്കിയെടുത്ത ഈ ഒച്ച് അതിനകത്തോട്ട് ഇടുക. ഈ ഉപ്പ് വെള്ളത്തിൽ കിടന്നിട്ട് ഏകദേശം 1 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ ചത്തുപോകും. അപ്പോൾ അങ്ങനെ നശിപ്പിച്ചില്ലെങ്കിൽ വരുന്ന പ്രശ്നം, ഈ ഒച്ചിനെ നമ്മൾ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒച്ചും 1200 ഒച്ചായിട്ട് മാറും. ഇതിൻ്റെ ആക്രമണം ആരോടൊന്നുമില്ല. അതായത് നമ്മൾ ഓർണമെൻ്റൽ പ്ലാന്റ്സിലാണെങ്കിലും പച്ചക്കറിയിലാണെങ്കിലും പപ്പായയിലാണെങ്കിലും ഇതിൻ്റെ ആക്രമണം ഉണ്ടാവും. അതായത് ഇളം ചെടികളാണെങ്കിൽ അത് മുഴുവനായിട്ട് കഴിച്ച് തീർക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇത് വലിപ്പം കൂടിയ ഒച്ചാണ്. അതേപോലെ തന്നെ പപ്പായയുടെ മുകളിൽ കയറിയിട്ട് പപ്പായയുടെ പൂക്കൾ കൊഴിക്കും. പപ്പായ നിറയെ പെൺപൂക്കളൊക്കെ ഉണ്ടായി കായാവാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് കായാവുന്നു, പക്ഷെ അത് പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആഫ്രിക്കൻ ഒച്ചാണ്. അപ്പം തീർച്ചയായിട്ടും ഇതിനെ നിയന്ത്രിച്ചേ പറ്റൂ. ഏതൊക്കെയാണുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ കല്ലുപ്പ്, അതായത് ഒരു 5 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിക്കുക. അത് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ആഫ്രിക്കൻ ഒച്ചിനെ പിടിച്ച് അതിനിട്ട് വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നശിച്ചു പോയിക്കോളും. ഇല്ലെങ്കിൽ സൂക്ഷിക്കുക, അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും നമ്മളെ പറമ്പ് നിറച്ചും ആഫ്രിക്കൻ ഒച്ചായിരിക്കും. പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും മാത്രമല്ല കേട്ടോ, ഇതിനെ പരിപാലിക്കുന്ന നമുക്കും അസുഖങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേമനാണ് ഈ ആഫ്രിക്കൻ ഒച്ച്.